നമുക്ക് പി ബസന്തിലേക്ക് പോകാം. ബസന്തേട്ടാ, രാവിലെ തന്നെ മഹാരാഷ്ട്രയുടെ ചൂട് എന്താണ് എന്നൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അത്രമേൽ അതിപ്രധാനമായ ഇടമാണ് മഹാരാഷ്ട്ര എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അവിടെ എന്ത് നടക്കാൻ പോകുന്നു? ബി ബാലഗോപാൽ കൂടി നമുക്ക് പോട്ടെ. ആദ്യം ബസന്തിലേക്ക്. ബസന്തേട്ടാ, എന്ത് സംഭവിക്കും? എപ്പോഴറിയാൻ കഴിയും അവിടുത്തെ ഒരു കാറ്റ് എങ്ങോട്ടാണ് എന്ന്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു പാറ്റേണിനുള്ള സാധ്യത കുറവാണ് എന്താണല്ലോ ഇപ്പോൾ ഈ അഭിപ്രായ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. രതീഷ്, തീർച്ചയായും മഹാരാഷ്ട്ര ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ മഹാവികാസ് അഘാടി പരാജയപ്പെടും എന്നുള്ളതാണ്. അതായത് ഈ നിലവിലുള്ള NDA സർക്കാർ, മഹായുതി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പോളിംഗ് ശതമാനം എടുക്കുമ്പോൾ 6% വോട്ടിൻ്റെ വർധനയാണ് മഹാരാഷ്ട്ര കാണിക്കുന്നത്. ഈ 6% വോട്ട് ആർക്കനുകൂലമായി വന്നു എന്നുള്ള ഏറെ നിർണായകമായ ചോദ്യമായിരിക്കും വരുന്ന 2-3 മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാകുന്നത്. ഈ 6% വോട്ട് BJPക്ക് അനുകൂലമായി വന്ന ഒരു ഹൈന്ദവ ഏകീകരണമാണോ, അതോ BJPക്കെതിരെ NDA സർക്കാരിനെതിരെ ഉദ്ധവ് ഠാക്കറെക്കും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായി വന്ന ഒരു വോട്ടാണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ് ഏക് ഹേ തോ സേഫ് ഹേ എന്നുള്ള അതീവ സുപ്രധാനമായ ഒരു മുദ്രാവാക്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഉന്നയിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെടുത്തിയാണ് എന്നുള്ളൊരു വിശ്വാസമാണ് BJPക്കുള്ളത്. പക്ഷേ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പറയുന്നത് ഇത് സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വികാരം തന്നെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും ഭൂരിപക്ഷവും പറയുന്നത് മഹായുതി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ നൽകിയ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഒടുവിലത്തെ സർവേ പ്രകാരമാണെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗം ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കിടയിലും NDA സർക്കാരിന് അനുകൂലമായിട്ടുള്ള ജനവിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുയോഗത്തിലാണ് ആദ്യമായി ഏക് ഹേ തോ സേഫ് ഹേ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഒരു ഹൈന്ദവ ഏകീകരണം ലക്ഷ്യമിട്ടായിരുന്നു അത് നടത്തിയത് ധൂലെ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പൊതുയോഗത്തിലായിരുന്നു. ആ ധൂലെ ലോക്സഭാ മണ്ഡലമാണ് ഒരു ഉദാഹരണമായിട്ട് പ്രധാനമന്ത്രി എടുത്തു കാണിച്ചത്. അതിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന അടങ്ങുന്ന ധൂലെ ലോക്സഭാ മണ്ഡലത്തിൽ BJP പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്നു, അതായത് ലീഡ് ചെയ്തു. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് എണ്ണിയപ്പോഴാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അത് മാലേഗാവ് സെൻട്രൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമായിരുന്നു. അവിടെ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നുള്ളതാണ് ആ BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായത്. സമാനമായൊരു സാഹചര്യം മുംബൈ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ടായി. 5ഇടത്ത് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. BJP സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പൂനം മഹാജൻ്റെ മകളായിരുന്നു 2 തവണ അവിടെ MP ആയിരുന്നെങ്കിൽ ഇത്തവണ പൂനം മഹാജനെ മാറ്റി ഉജ്വൽ നിഗം എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറെയാണ് നിർത്തിയത്. അതായത് കസബിനെ തൂക്കിക്കൊല്ലാൻ മുന്നിട്ടിറങ്ങിയ ഇന്ത്യയുടെ പ്രോസിക്യൂട്ടറെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ മുംബൈ സെൻട്രൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഉജ്വൽ നിഗം പരാജയപ്പെടുകയായിരുന്നു. അവിടെയും ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് കൊണ്ടാണ് ഉജ്വൽ നിഗം പരാജയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ആ തരത്തിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ആ തരത്തിലൊരു വർഗീയ പ്രചരണത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോയത്. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ സേഫാണ് എന്നുള്ള തരത്തിലുള്ളത്. അത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 6% വോട്ടിൻ്റെ വർധന അത് ഇത്തരത്തിലുള്ളൊരു ഏകീകരണത്തിന്, ഒരു പോളറൈസേഷന് വഴിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും മഹായുതി സർക്കാർ അധികാരത്തിൽ 288 അംഗ നിയമസഭയിലേക്കുള്ള മഹാപോരാട്ടം അവിടെ നടക്കുകയാണ്. അതിന്റെ വിധി ഇന്നറിയുകയും ചെയ്യാം.